ഇപ്പം നാരായണ കവചം എന്ന് പറഞ്ഞാൽ എന്താണ്? ജപിക്കും തോറും ഒരു മന്ത്രം, ഒരു കവചമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഭഗവാന്റെ നാമം ചൊല്ലി ഒരു പ്രൊട്ടക്ഷൻ ഫീൽഡ്, ഒരു സംരക്ഷണത്തിൻ്റെ കവചമുണ്ടാക്കുക. പണ്ട് ഇന്ദ്രൻ്റെ കൊട്ടാരത്തിൽ, ഇന്ദ്രനും ഉണ്ട് കുറേ ചാനലുകളെ. നമുക്ക് മാത്രമല്ല, ഇന്ദ്രൻ്റെ ഡാൻസ് ചാനലുകളായിരുന്നു ഉർവശി, മേനക, പിന്നെ ആരാ, ഫിലോമിനയ, തിലോത്തമ, ഇങ്ങനെയൊക്കെയുള്ള രംഭ. ഈ ചാനലുകളൊക്കെ ആയിരുന്നു ആരുടേത്? 24x7 എല്ലാം ഡാൻസ് ചാനലുകളായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഇന്ദ്രൻ ഇങ്ങനെ ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ബൃഹസ്പതി കയറി വന്നു. ഇതൊട്ടും പിടിച്ചില്ല ഇന്ദ്രന്. ഇന്ദ്രൻ അങ്ങോട്ട് ഒരു മനോവിഷമത, ഈ കാരണവരെന്തിനാണ് ഇപ്പം കയറി വരുന്നത്? ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വരുന്നത്. ഒരു ചെറിയൊരു അവജ്ഞയോടുകൂടി ഗുരുവിനെ നോക്കി. ബൃഹസ്പതി ഗുരുവായൂരുകാരനായിരിക്കണം. പെട്ടെന്ന് ഷാർപ്പ് കത്തി അദ്ദേഹത്തിന്, ഞാൻ കയറി വന്നത് ഇന്ദ്രനൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അദ്ദേഹം അപ്പം തന്നെ രംഗത്ത് നിന്ന് അപ്രത്യക്ഷനായി. ഇന്ദ്രന് ഗുരു പോയപ്പോഴാണ് വിവേകം വന്നത്. ഈ ഗുരു എങ്ങാനും തിരിച്ചു വന്നില്ലെങ്കിൽ അപ്പുറത്തെ അസുരന്മാർ ജീവിതം കുരുവാക്കി മാറ്റും. ഇവിടെ ഗുരു ഇല്ലാത്ത തക്കം നോക്കിയിട്ടാണ് ആര് കയറി വരിക? കാരണം ഗുരു ഉണ്ടെങ്കിലേ യുദ്ധത്തിനൊക്കെ ഒരു മനോബലം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എത്രയും വേഗം ഗുരുവിനെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് നേരെ ഓടി ഗുരുവിൻ്റെ വീട്ടിലേക്ക്. ബൃഹസ്പതിയുടെ ഭാര്യ ഇന്ദ്രനോട് ചോദിച്ചു, എന്താ പ്രശ്നം എന്ന്. അല്ല, അവിടുത്തെ ഭർത്താവ് ഗുരു, അദ്ദേഹം തിരിച്ചു വന്നു. നിൻ്റെ അടുത്തേക്കല്ലേ വന്നത്, അവിടേക്കല്ലേ വന്നത്? അപ്പം അല്ല, അവിടെ വന്നു, പക്ഷേ പെട്ടെന്ന് അവിടുന്ന് പോന്നു. അപ്പം ഭാര്യയ്ക്ക് മനസ്സിലായി ഇന്ദ്രൻ അപ്പം ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും. പറഞ്ഞു, നിൻ്റെ ആ ഡാൻസിലുള്ള കമ്പം കൊണ്ട് നീ അതിൽ രമിച്ച് ആ ഗുരുവിനെ വേണ്ട വിധത്തിൽ ആദരിക്കാത്തതുകൊണ്ട് ഗുരു സ്ഥലം വിട്ടു, എന്നോട് പോലും പറഞ്ഞില്ല എന്ന്. അതായത് ഗുരു എവിടെ പോയി എന്നുള്ള ഒരു പിടിയില്ല. അപ്പം ഇന്ദ്രന് മനസ്സിലായി തൽക്കാലത്തേക്ക് ഗുരു ഇനി ഇങ്ങോട്ട് എന്ന് വരുന്ന ഉറപ്പില്ല, പിടിയില്ല. അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഗുരുവിനെ കാണാനില്ലേ, കണ്ടു കിട്ടുന്നവർ എത്രയും വേഗം അടുത്തുള്ള സ്ഥലത്ത് അറിയിക്കണം എന്നൊക്കെ. എന്ത് ചെയ്യും? അപ്പോൾ ഇന്ദ്രൻ അതിനൊരു പരിഹാരം കണ്ടത്. എന്നാൽ താൽക്കാലികമായി, ഇപ്പം അങ്ങനെയാണല്ലോ, എല്ലാം താൽക്കാലിക നിയമനാണ്. അത് ഈ ഇന്ദ്രനിൽ നിന്നാണ് ഈ ഗവൺമെൻറ്റിനൊക്കെ കിട്ടിയത്. ഇപ്പോൾ ഗുരുവായൂരമ്പലം മൊത്തം താൽക്കാലിക, ഗുരുവായൂരപ്പൻ മാത്രമേ പെർമനൻ്റ് ഉള്ളൂ ഇവിടെ. ബാക്കിയെല്ലാം താൽക്കാലികം കയറുന്നവരാണ്. നിങ്ങൾ ചോദിച്ചു നോക്കി സ്റ്റാഫിനോടൊക്കെ, എല്ലാവരും പറയും സ്വാമി ഒന്ന് അനുഗ്രഹിക്കുക, താൽക്കാലികമാണെന്ന്. മനസ്സിലായില്ലേ? അവരെ അറിയുന്നില്ല, മനുഷ്യൻ മൊത്തം താൽക്കാലികമാണ്. ഇവിടെ ആരാ പെർമനൻ്റ് ആയിട്ടുള്ളത് അല്ലേ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു താൽക്കാലികമായിട്ടൊരു ഗുരുവിനെ കിട്ടണം. അങ്ങനെ ഒരാൾ അപ്ലൈ ചെയ്തു. അയാളുടെ പേരായിരുന്നു വിശ്വരൂപൻ. ഈ വിശ്വരൂപൻ ആദ്യം ഇന്ദ്രൻ്റെ ഭയം അകറ്റാൻ വേണ്ടി ഇന്ദ്രനൊരു മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ഭാഗവതത്തിലെ 6-ാം സ്കന്ധത്തിലെ പ്രസിദ്ധമായ നാരായണ കവചം. ഇപ്പം നാരായണ കവചം എന്ന് പറഞ്ഞാൽ എന്താണ്? ജപിക്കും തോറും ഒരു മന്ത്രം, ഒരു കവചമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പം നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ കാര്യം വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. സീരിയൽ കാണുന്നവർ എത്ര പേരുണ്ട്? വൈകുന്നേരങ്ങളൊക്കെ സീരിയൽ കാണുന്നവർ എത്ര പേരുണ്ട്? ആരും ഉണ്ടാവില്ല. അത്രയും നല്ലൊരു മനുഷ്യരെ ലോകത്തിൽ കാണാൻ പറ്റില്ല. അപ്പോൾ ഈ സീരിയലൊക്കെ കാണുമ്പോണ്ടല്ലോ, ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഈ ശബ്ദ തരംഗം, ആ സീരിയലിലൊക്കെ വരുന്ന ശബ്ദ തരംഗം, ഇതൊരു എനർജിയാണ്. ശബ്ദം അത് ആ അന്തരീക്ഷത്തിൽ തന്നെ കെട്ടി നിൽക്കും. അപ്പം അതുകൊണ്ട് സീരിയലിലെ കഥകളൊക്കെ അറിയാലോ. ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം, ഭർത്താവിന് ഭാര്യ മൊത്തം സംശയരോഗമാണ്. പിന്നെ അത് കഴിഞ്ഞ് അമ്മായിയമ്മയോടുള്ള കുരുട്ട് ബുദ്ധി, എങ്ങനെ മറ്റൊരാളെ പാരവെച്ച് നശിപ്പിക്കാൻ പറ്റും എന്നുള്ളത്. നിങ്ങൾ നോക്കൂ, ആ മനുഷ്യൻ്റെ ആ സിനിമ തന്നെ ഒരു മാറിയത്. ഇപ്പം അടുത്ത കാലത്ത് ഇറങ്ങിയ മാർക്കോ എന്നൊക്കെയുള്ള മൂവി ഉണ്ടല്ലോ,
അത് മുഴുവൻ വയലൻസ് ബേസ്ഡ് മൂവികളാണ്. എനിക്ക് മനസ്സിലാവില്ല എന്താ ആളുകൾക്ക് ഇത്ര ഇഷ്ടപ്പെടുന്നത്. അപ്പം മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഒരു വയലൻസ് കൾച്ചർ കടന്നു വരുന്നത് കൊണ്ടാണ് ഇന്നത്തെ യുവത്വം അത്തരത്തിലുള്ള മൂവികളൊക്കെ വെട്ടുന്നതും കുത്തുന്നതും കൊല്ലുന്നതും ഇതിനാണിപ്പോൾ മാർക്കറ്റുള്ളത്. മനസ്സിലായില്ലേ? തോക്കെടുത്ത് വെടിവെക്കുന്നതും ഇതങ്ങോട്ട് അധികരിച്ചതാണ് അമേരിക്കയിൽ. പിന്നെ പിള്ളേർ തോക്കെടുക്കാൻ കാരണം ഇത്തരം മൂവികളൊക്കെ നമ്മളുണ്ടല്ലോ. സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷെ കുട്ടികളെ നമ്മൾ ഒരു ബോധത്തിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ നാളെ ഇത്തരത്തിലുള്ള ക്രൂരത സമൂഹത്തിൽ നടമാടുമ്പോൾ നമ്മുടെ കുട്ടികൾക്കതിനെ നേരിടാനുള്ള ആ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴി മനസ്സിലായില്ലേ? ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. പണ്ട് ബോംബെയിൽ ടെററിസ്റ്റുകൾ വന്ന് താജ് ഹോട്ടലിൽ വെടിവെച്ചൊരു കഥ കേട്ടിട്ടില്ലേ നിങ്ങൾ? ഈ സമയത്ത് അവിടെ കാനറ ബാങ്കിലുള്ള ഒരാൾ, ഞാൻ ഇദ്ദേഹത്തിനെ ആദരിച്ച ആൾ, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും. ഞാൻ മാട്ടുങ്കയിൽ സപ്താഹം നടത്തുന്ന സമയത്താണ് ഈ മനുഷ്യനെ ആദരിക്കുന്നത്. ഇദ്ദേഹം കാനറ ബാങ്കിൻ്റെ ഒരു സീനിയർ ഉദ്യോഗസ്ഥനായിരുന്നു, മഹാരാഷ്ട്രീയനാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ആ സമയത്ത് അവിടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ടെററിസ്റ്റ് വന്നിട്ട് അടിക്കുകയാണ്. ഒരു ബോധമില്ല, ഒരു മനുഷ്യ ജീവിതത്തോട് അല്പം ഒരു വാല്യൂ ഇല്ല. അത് ഈ മനുഷ്യൻ ഡെയിലി വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്ന ആളാണ്. അടിച്ചതും ഇദ്ദേഹത്തിൻ്റെ മനസ്സ് പറയാണ് വീണോളൂ എന്ന്. എന്തോ അറിയില്ല, ഒരു ശക്തി ഇദ്ദേഹത്തിനെ അങ്ങോട്ട് അടിച്ചു വീഴ്ത്തിയതുപോലെ. ആ വീഴ്ചയിൽ അദ്ദേഹം എന്താ സംഭവിച്ചറിയില്ല അദ്ദേഹത്തിന്. അദ്ദേഹം അങ്ങനെ മയങ്ങിപ്പോയി, പേടിച്ചിട്ട് കട്ട അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 2 ദിവസം ആ ബ്ലഡിലും പിന്നെ യൂറിനും ഒക്കെ പോയി. കാരണം എന്ത് ചെയ്യാൻ പറ്റും മനുഷ്യന്? ഇതൊക്കെ കഴിഞ്ഞ് ഇയാളെ ഹോസ്പിറ്റലിൽ മാറ്റുമ്പോഴാണ് മരിച്ചിട്ടില്ല എന്ന് മനസ്സിലായത്. പൾസൊക്കെ ഉണ്ട്. പിന്നെ ഇദ്ദേഹത്തിന് ഡ്രിപ്പൊക്കെ കൊടുത്ത് ഇയാൾ പുറത്ത് കടന്നു ആ ദുരിതത്തിൽ നിന്ന്. അപ്പോൾ ഇദ്ദേഹം ഉറപ്പിച്ച് വിശ്വസിക്കുകയാണ്, എന്നെ ആ തള്ളിയിട്ടത് ഞാൻ ഡെയിലി ഉപാസിക്കുന്ന ആ മന്ത്രശക്തി തന്നെയാണ്. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അതൊരു ദുരന്തമായി മാറുമായിരുന്നു. അപ്പം ഇപ്രകാരം ഒരു ദുരന്തമായി മാറാതിരിക്കാൻ നമ്മുടെ കുട്ടികളെയൊക്കെ അല്പം ഈ ഒരു മന്ത്ര സംസ്കാരത്തിലേക്ക് കൊണ്ടുവരണ്ടേ? വേണ്ടയോ? കാരണം വയലൻസാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഇഷ്ടപ്പെട്ടൊരു വിനോദമായി മാറുന്നത്. അതാണ് ഇന്നത്തെ മൂവിയുടെ ട്രെൻഡ് നമ്മൾ കാണുന്നത്. മനസ്സിലായില്ലേ? ഇതിൽ നിന്നൊക്കെ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മൾ മുന്നോട്ട് ഇപ്പോഴേ പുറപ്പെട്ടാലേ സാധിക്കുള്ളൂ. നിൽക്കട്ടെ. അപ്പോൾ ഇവിടെ ഒരു മന്ത്രം ഉപദേശിച്ചു. ആ മന്ത്രത്തിൻ്റെ പേരാണ് നാരായണ കവചം. അപ്പം ഞാൻ ഈ സീരിയലിൻ്റെ കാര്യം പറഞ്ഞില്ല. അതൊക്കെ കാണുമ്പോൾ ആ സംശയത്തിൻ്റെയും ദുഷ്ടത്തരത്തിൻ്റെയും ക്രൂരതയുടെയും ഒക്കെ ശബ്ദ തരംഗം എവിടെ കിടക്കും? നിങ്ങളുടെ വീടിൻ്റെ അന്തരീക്ഷത്തിൽ കിടക്കും. ഇത്തരം വീടുകളിലൊക്കെയാണ് പിന്നീട് വല്ല അക്രമിയും കയറി വന്നിട്ട് കുത്തുന്നതും കൊല്ലുന്നതും നശിപ്പിക്കുന്നതും. കാരണം ആ സാഹചര്യം അവരെ അത് ചെയ്യാൻ പ്രേരിപ്പിക്കും. സാഹചര്യങ്ങൾ മനുഷ്യനെ പലതും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ആ അന്തരീക്ഷത്തിൻ്റെ ഒരു സ്വാധീനമാണ്. രാമായണത്തിൽ നിങ്ങൾക്കിത് കാണാം. ശ്രീരാമസ്വാമി വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ പോകുമ്പോൾ ഒരു സ്ഥലത്തെത്തുമ്പോൾ പറയും, മഹർഷി എന്തൊരു ഭയാനകത ഇവിടെ, ഒരു ഏകാന്തത, എന്താണിതെന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത്, ഇവിടെയാണ് താടക വസിക്കുന്നത്. അപ്പോൾ ആ താടകയെ കണ്ടിട്ടില്ല. പക്ഷെ ആ ഒരു പ്രകൃതി കണ്ടപ്പോഴേ മനസ്സിലായി ഇവിടെ ഒരു ദുഷ്ട സ്വഭാവമുള്ള ആരോ താമസിക്കുന്നുണ്ട്. ആ അന്തരീക്ഷത്തിന് അങ്ങനെയൊരു സ്വാധീനിക്കാനുള്ളൊരു കഴിവുണ്ട്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അന്തരീക്ഷത്തിന് അങ്ങനെ സ്വാധീനിക്കാനുള്ളൊരു കഴിവുണ്ട്. മനസ്സിലാവുണ്ടോ ഈ പറയുന്നത്? അപ്പോൾ ഈ സീരിയലൊക്കെ കാണുന്ന വീടുകളിൽ എങ്ങനെയുള്ളൊരു എനർജി ആയിരിക്കും ഉണ്ടാക്കി വെക്കുന്നത്? നല്ലതായിരിക്കുമോ? അപ്പം നിങ്ങൾക്ക് സീരിയൽ കാണണമെന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ കാണരുത്, തൊട്ടടുത്ത് വീട്ടിൽ പോയി കാണുക. കാരണം നമ്മുടെ വീട്ടിലെ ഒരു എനർജി വെറുതെ നശിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അവിടെ നിങ്ങൾ വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമമൊക്കെ ചൊല്ലുക. അപ്പോൾ അവർ ചോദിക്കുക, എന്താണ് അല്ല എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു നല്ല എനർജി നശിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അപ്പോൾ അവർക്ക് മനസ്സിലാവില്ല കാര്യം. അപ്പോൾ അതുകൊണ്ട്
ഒരു വീട് നന്നാവണം, വീട്ടിലുള്ളവർ നന്നാവണം, വീട്ടിലൊരു അപകടം ഉണ്ടാവരുത് എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വീട്ടിനകത്ത് ഇത്തരത്തിലുള്ള ഒരു വേണ്ടാത്ത ശബ്ദ തരംഗങ്ങൾ ഉണ്ടാക്കാൻ പറയൂ അനുവദിക്കരുത്. അല്ലെങ്കിൽ വല്ല ബീഹാറിയും ബംഗാളിയും അവിടെ കയറി വന്ന് ആ അന്തരീക്ഷം നിങ്ങളുടെ തലയ്ക്ക് അടിക്കാൻ അവരെ പ്രേരിപ്പിക്കരുത്. മനസ്സിലായില്ലേ? സീരിയലൊക്കെ കണ്ട് നിങ്ങൾ അമ്മായിയമ്മയുടെ ദുരിതവും അല്ലെങ്കിൽ ദുഃഖവും കണ്ടിരിക്കും. പക്ഷേ ഈ അന്തരീക്ഷം വല്ല ബീഹാറിക്കും ആവേശം കൊടുക്കും. മനസ്സിലാവുണ്ടല്ലോ. ഇന്നാണെങ്കിൽ ഒരുവിധം വീടുകളിലൊക്കെ അമ്മമാർ സമാധിയാവുന്നത് ബംഗാളികളുടെ കൈ കൊണ്ടാണ്. മനസ്സിലായില്ലേ? അവനാണെങ്കിൽ 1 പവൻ സ്വർണം കിട്ടിക്കഴിഞ്ഞാൽ ലോകം കിടക്കിയതുപോലെയാണ്. കാരണം ഒരുവിധം എല്ലാവരുടെ കഴുത്തിലും അല്പല്പം സ്വർണത്തിൻ്റെയൊക്കെ നിക്ഷേപങ്ങൾ ഉള്ളതുകൊണ്ട് ഇല്ലേ? കുട്ടി എഴുതി വെച്ചിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ സ്വർണം കിട്ടുന്ന ഖനി ഏതാണെന്നപ്പം എൻ്റെ വീട്ടിൽ നിന്ന്. അമ്മയുടെ ശരീരത്തിലാണ് ഏറ്റവും വലിയ ഖനി ഇരിക്കുന്നത്. കാരണം അമ്മ അതൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ബംഗാളിക്കും ബീഹാറിക്കും ഒരു ആവേശമാവും. കാരണം സ്വർണത്തിന് അത്രയും വിലയുള്ളത് കൊണ്ട്. അപ്പം അതുകൊണ്ട് വീട് മോശമാക്കരുത്. നാരായണ പറയൂ കവചം. ഇത് 8-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാം. ആ നാരായണ കവചം ഭഗവാന്റെ നാമം ചൊല്ലി ഒരു പ്രൊട്ടക്ഷൻ ഫീൽഡ്, ഒരു സംരക്ഷണത്തിൻ്റെ കവചമുണ്ടാക്കുക. അതായിക്കൊള്ളും. നാമം ചൊല്ലി ചൊല്ലി അതങ്ങനെ ആയി മാറും. അതിനുശേഷം പിന്നെ ഇന്ദ്രൻ നോക്കുമ്പോൾ ഈ വൃത്രാസുരൻ ഈ ഒരു വിശ്വരൂപൻ ഇന്ദ്രന് വേണ്ടി കുറേ പൂജകളും ഹോമങ്ങളും യാഗങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൽ ഇന്ദ്രൻ കാണാതെ ശുക്രാചാര്യർക്ക് വേണ്ടി നെയ്യൊഴിച്ചു എന്നാണ്. തൻ്റെ ശത്രുവായ അസുരന് വേണ്ടിയിട്ട് ഇവൻ എൻ്റെ നെയ്യെടുത്ത് എൻ്റെ ഹോമകുണ്ടത്തിൽ ഒഴുക്കി ആ കലി പിടിച്ച് അപ്പം തന്നെ വിശ്വരൂപന് തലവെട്ടി. ആ വിശ്വരൂപ ശരീരത്തിൽ നിന്നും ഒരു ബ്രഹ്മഹത്യാ പാപം ഇന്ദ്രനെ പിടിക്കാൻ വരുന്നു. ഇന്ദ്രൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അത് പലർക്കും വിഭജിച്ചു കൊടുത്തു എന്നാണ്. മരങ്ങൾക്കും മണ്ണിനും വെള്ളത്തിനും സ്ത്രീകൾക്കൊക്കെ കൊടുത്തു എന്നൊക്കെയാണ് കഥ. അത് പിന്നീടൊരു സന്ദർഭത്തിൽ നമുക്ക് പറയാം. കാരണം നമ്മുടെ സമയം ഇത്തിരി ഷോർട്ടായതുകൊണ്ട് ഞാൻ കഥ മുഴുമിച്ച് പോവുകയാണ്. ഇന്ദ്രൻ തൽക്കാലം ഈ ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്നും രക്ഷപ്പെട്ടു. പക്ഷേ വിശ്വരൂപൻ്റെ അച്ഛൻ ഇന്ദ്രനെ കൊല്ലാൻ ഒരു പുത്രന് വേണ്ടി ഒരു ഹോമം ചെയ്യുന്നു. അബദ്ധത്തിൽ നാവ് തെറ്റിപ്പോയി. ഇന്ദ്രനെ കൊല്ലുന്ന ഒരു പുത്രൻ വേണം എന്ന് പറയുന്നതിന് പകരം എന്തായി? ഇന്ദ്രനാൽ ചില അമ്മമാരൊക്കെ പ്രാർത്ഥിക്കുന്ന പോലെയാണ്. ഇൻ്റർവ്യൂ പോകുന്ന മക്കൾക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കില്ലേ? ഉണ്ടോ? മകൻ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ആ മുഖം കണ്ടപ്പോഴേ മനസ്സിലായത് എന്തോ ഇൻ്റർവ്യൂ നടന്നത് ശരിയായില്ല, ഇവന് കിട്ടിയിട്ടില്ല. എന്തായടാ ഇൻ്റർവ്യൂ എന്ന്. അപ്പോൾ ഇവൻ ചോദിച്ചു, നിങ്ങൾ അമ്മ എന്താ പ്രാർത്ഥിച്ചതെന്ന്. ഞാൻ പ്രാർത്ഥിച്ചത് നിനക്കൊന്നും ഉണ്ടാവരുതേ എന്നാണ്. അപ്പോൾ അതന്നെ അവിടെ ഉണ്ടായതെന്ന് പറഞ്ഞു. നിനക്കൊന്നും ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചു, അതവിടെ കൃത്യമായി നടന്നു എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇന്ദ്രനെ കൊല്ലാനൊരു പുത്രൻ വേണം എന്ന് പറഞ്ഞത് അവസാനം ഇന്ദ്രനാൽ കൊല്ലുന്നൊരു ആ പുത്രനായിരുന്നു വൃത്രാസുരൻ. ഭാരതത്തിൽ ഉള്ള അസുരന്മാരിൽ അഗ്രഗണ്യനായ ഒരു ഭക്തോത്തമനായ അസുരൻ. ആ വൃത്രാസുരൻ അവിടെ നിന്ന് പോവുകയാണ് ഇന്ദ്രനെ കാണാൻ. പിന്നെ ഇന്ദ്രൻ അപ്പോഴേക്കും ഒരു വജ്രായുധമൊക്കെ സംഘടിപ്പിച്ചു ദദീതി മഹർഷിയുടെ എല്ലുകൊണ്ട് അസ്ഥി കൊണ്ട്. ആ അസ്ഥിയുള്ള അല്ലെങ്കിൽ ആ വജ്രായുധമായിട്ട് ഐരാവതത്തിൻ്റെ മുകളിൽ വരുന്നു. വൃത്രാസുരൻ നേർമുഖം ഇന്ദ്രൻ്റെ കൂടെ. അങ്ങനെ ഇന്ദ്രനും വൃത്രാസുരനും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടല്. ഇന്ദ്രൻ്റെ ഐരാവതത്തെ ഇടിച്ച് ഇന്ദ്രനെ താഴെ വീഴ്ത്തി. ഇന്ദ്രൻ്റെ കയ്യിൽ നിന്ന് ഇതൊക്കെ പോവും, വജ്രായുധമൊക്കെ. അവിടെ വെച്ച് ഇന്ദ്രനോട് പറയുന്ന ഒരു 4 വരികളുണ്ട്. കാര്യങ്ങൾ പറയും. ഇന്ദ്ര, ഞാൻ നിന്നോട് യുദ്ധത്തിന് വന്നത് നിന്നെ കൊല്ലാനല്ല. എനിക്ക് നിന്നെ കൊല്ലണമെന്നൊട്ടും ആഗ്രഹമില്ല. കാരണം എൻ്റെ മനസ്സത്രയും ഭഗവാന്റെ നാമസ്മരണയിൽ ഉറപ്പിച്ച് ഞാൻ അർപ്പിച്ചു കഴിഞ്ഞു. ഇങ്ങനൊരു ജന്മനിയോഗം ചെയ്യാനായിട്ട് ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. എനിക്ക് ജീവിതത്തിൽ മറ്റ് യാതൊരുവിധ പരാതികളുമില്ല. എൻ്റെ ജീവിതത്തിൽ യാതൊരു കുറവുകളും എനിക്കിന്നത് കിട്ടണമെന്നില്ല, അതുമില്ല, കുറവുമില്ല. കാരണം ഞാൻ അത്രയും നാമത്തിൽ മുഴുകി ലയിച്ച് ഇരിക്കുകയാണെന്ന്. ഇന്ദ്രനത് കണ്ടപ്പോൾ തന്നെ പേടിയായി. ഈശ്വര, ഒരു വിശ്വരൂപനെ കൊന്നതിൻ്റെ പുലിവാല് തീർന്നിട്ടേ ഉള്ളൂ.
ഇനിയിപ്പോൾ ഇദ്ദേഹം അതിലും വലിയൊരു മഹാൻ. ഇന്ദ്രൻ കൈകൂപ്പി വീണ് നമസ്കരിച്ചു. ഇന്ദ്രൻ അനുവാദം ചോദിക്കുകയാണ്, അങ്ങേ ഞാൻ വധിച്ചോട്ടെ എന്ന്. അങ്ങനെ അനുവാദത്തിലാണ് ഇന്ദ്രൻ വധിക്കുന്നത്. വൃത്രാസുരൻ എന്നൊരു അസുരനെ ഭാഗവതം അവതരിപ്പിക്കുന്നത് വളരെയധികം മെൻ്റലി ഇന്ദ്രനേക്കാളും ഉയർന്ന ഒരാളായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എവിടുന്നാണ് ഈ വൃത്രാസുരൻ ഇത്രയൊരു മാനസികമായ വളർച്ച കിട്ടിയത്? ഇതിൻ്റെ പിന്നിലൊരു കഥ പറയാണ്. ചിത്രകേതു എന്ന രാജാവാണ് പിൽക്കാലത്ത് വൃത്രാസുരനായി തീർന്നത്. ചിത്രകേതു എന്ന് പറയുന്ന രാജാവിന് മക്കളുണ്ടായിരുന്നില്ല, 3 ഭാര്യമാരും. അപ്പോൾ അവസാനം ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലൊരു മഹർഷി വന്ന് ഒരു പഴം ജപിച്ചു കൊടുത്തതിൽ നിന്നാണ് ഒരു കുഞ്ഞുണ്ടായത്. മൂത്ത ഭാര്യ അല്ലെങ്കിൽ ആദ്യത്തെ ഭാര്യ പ്രസവിച്ച ആ കുഞ്ഞിനെ ഇദ്ദേഹം താലോലിക്കുന്നതും ആ വീട്ടിൽ മാത്രം കൊല്ലുന്നതും മറ്റുള്ളവരെ അവഗണിച്ചതൊക്കെ ഇത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. അപ്പം മറ്റു പത്നിമാരെല്ലാവരും കൂടി ചേർന്ന് ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. തൻ്റെ കുഞ്ഞു മരിച്ച ആ വിഷമത്തിൽ നെഞ്ചത്തടിച്ച് അലറിക്കരയുന്ന രാജാവിൻ്റെ മുന്നിലേക്ക് നാരദ മഹർഷി കടന്നു വന്നിട്ട് രാജാവിനോട് ഒരു കരുണ തോന്നിയിട്ട് പറയണം, ശരി, എൻ്റെ യോഗബലം കൊണ്ട് ആ മരിച്ചുപോയ ശരീരം വിട്ട ആത്മാവിനെ ശരീരത്തിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവരാം. അപ്പം നാരദർ പറഞ്ഞത് ആദ്യം വിശ്വാസം വന്നില്ല. ഇവിടെ തന്നെ ഒന്ന് തൊടാൻ പറയുകയാണ് നാരദർ. തൻ്റെ യോഗസിദ്ധി കൊണ്ട് മരിച്ച ആത്മാവുമായി സംവദിക്കാൻ രാജാവിന് സാധിക്കുകയാണ്. എനിക്കിത് പറയുമ്പം ഈ മരണം എന്നത് പലപ്പോഴും നമ്മൾ തെറ്റായി മനസ്സിലാക്കിയൊരു കാര്യമാണ്. വളരെ ശ്രദ്ധിക്കൂ. നിങ്ങൾ സ്വപ്നം കാണാറില്ലേ? സ്വപ്നം കാണാറില്ലേ? ചിലരിപ്പോഴേ കാണുന്നുണ്ടാവും. സ്വപ്നം കാണാത്തവരാരും ഉണ്ടാവില്ല. അപ്പം ആ സ്വപ്നത്തിൽ അങ്ങനെ മുഴുകി നിൽക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ശരീരവുമായിട്ടുള്ള കണക്ഷൻ, വയറ് വിട്ടുപോയി, നമ്മുടെ ശരീരവുമായിട്ടുള്ള കേബിൾ കണക്ഷൻ വിട്ടുപോയി. ശരീരത്തിൻ്റെ ഹാർട്ട് നിന്നു, ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നിന്നു, ലിവർ നിന്നു, എല്ലാം നിശ്ചലം. മെഡിക്കലി യു ആർ എ ഡെഡ് പേഴ്സൺ. പക്ഷെ മെൻ്റലി നിങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്തു നിങ്ങൾ മരിച്ചു കഴിഞ്ഞു. പക്ഷെ നിങ്ങളോ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പുറത്ത് നടക്കുന്ന കരച്ചിൽ കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിക്കുക. ഇവരെ ആൾക്കാരൊക്കെ കരയണം, അയ്യോ ഞങ്ങളെ വിട്ടുപോയല്ലോ, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ആരാ ഉള്ളത്, ഞങ്ങൾ ഇത്രയും കാലം സ്നേഹിച്ചില്ലേ, ഇനിയിപ്പോൾ ഞങ്ങളാരാ സ്നേഹിക്കാനുള്ളത്, നിങ്ങളല്ലാതെ ഇനിയിപ്പോൾ ആരാ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പ്രശംസിക്കുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് നന്നായി കഷ്ടപ്പെട്ടില്ലല്ലോ അതിയെന്ന്, കടന്നു മരിച്ചില്ലല്ലോ എന്നൊക്കെ ചിലർ. അങ്ങനെയൊക്കെയാണല്ലോ പലരും പറയുക. അങ്ങനെയൊക്കെ പറയുന്നവരും ഉണ്ടാവും. ഏതായാലും ഇങ്ങനെയൊക്കെ കരയുമ്പം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളാണെങ്കിലോ മരിച്ചിട്ടില്ല, നിങ്ങളത്ര നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം നിങ്ങൾ ഉള്ളിൽ നിന്ന് എന്താ വിളിച്ചു പറയാ, ഈ കുരുത്തം കെട്ടവരെ കരയല്ലേ, ഞാൻ ചത്തിട്ടില്ല, മരിച്ചിട്ടില്ല, ഞാനിവിടെ ഉണ്ട്, ഞാൻ പോയിട്ടില്ല, ഇവിടെ ഉണ്ട്, എന്നെക്കുറിച്ച് കരയില്ല, അപവാദം പറയില്ലേ. പക്ഷെ നിങ്ങൾക്ക് പറയാനും പറ്റുന്നില്ല. അങ്ങനെ നിങ്ങളെക്കുറിച്ച് കരയുന്ന ആ ഒരു രംഗം ഓർത്തോളൂ. മരിക്കാത്ത നിങ്ങളെക്കുറിച്ചാണ് മറ്റുള്ളവർ മരിച്ചു എന്ന് പറഞ്ഞ് കരയുന്നത്. ഇവിടെ ആ ജീവാത്മാവിനെ കാണുകയാണ്. മരിച്ചു എന്ന് തോന്നിയ ജീവാത്മാവ് മരിച്ചിട്ടില്ല. ഇപ്പം രാജാവ് കൈകുപ്പി നാരദർ പറഞ്ഞു, അച്ഛൻ കരയുന്നത് കണ്ടില്ലേ, ശരീരത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പം ഈ സമയത്ത് ആ കുട്ടി നാരദരോട് പറയുകയാണ്, നാരദരെ, ഏത് ശരീരത്തിലേക്കാണ് വരേണ്ടത്? എത്രയോ ശരീരങ്ങൾ എടുത്തു, എത്രയോ ശരീരം വിട്ടു. ഇങ്ങനെ കർമ്മഭിഭ്രാമ്യമാണസ്യ, ഓരോരുത്തരും അവരവരുടെ കർമ്മവാസനയ്ക്കനുസരിച്ച് ശരീരമെടുക്കുന്നു. ഇത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ നോക്കൂ, ഓരോ സ്വപ്നവും ഓരോ ജന്മമായിട്ടെടുക്കുക. ആ സ്വപ്നത്തിലൊരു ശരീരമില്ലേ, പല അനുഭവങ്ങൾ അനുഭവിക്കില്ലേ? അതിൽ നിന്ന് നിങ്ങൾ ഉണരുമ്പോൾ ആ ഒരു സ്വപ്നത്തിൽ നിങ്ങൾ മരിക്കുന്നു,
വേറൊരു ജന്മം ഉണരുന്നു, ജനിക്കുന്നു. പിന്നെ രാത്രി നിങ്ങൾ കിടക്കുന്നു, ഒരു മരണം സ്വപ്നത്തിൽ ജനിക്കുന്നു. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ മനസ്സ് ശരിക്കും ഇല്ലാതായിട്ടുണ്ടോ? ഒരു ശരീരത്തിൽ ഉറങ്ങുന്നു, അതൊരു മരണമായി കാണുക. സ്വപ്നത്തിൽ ഉണരുന്നു, നമുക്കറിയില്ല ഉണർന്ന ദിവസത്തുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല, ഉണ്ടോ? പക്ഷെ സ്വപ്നത്തിൽ നമ്മൾ ഉണ്ട്. സ്വപ്നം കണ്ട നമ്മളും ഉണർന്നിരിക്കുന്ന നമ്മളൊക്കെ ഒന്നാണോ വേറെ വേറെയാണോ? സ്വപ്നം കാണുന്ന നമ്മളും ഉറങ്ങുന്ന നമ്മളും വേറെ വേറെയാണോ? അവർക്ക് പറയൂ, എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ നോക്കൂ, മനസ്സിന് എവിടെയാണ് മരണം ഉണ്ടായത്? എത്ര സ്വപ്ന ശരീരത്തിൽ നിന്ന് വിട്ടു, എത്ര നമ്മൾ ഡേ ടൈമുകൾ ഉറങ്ങിക്കഴിഞ്ഞു അല്ലേ? ഇങ്ങനെ ഈ ശരീരങ്ങളിലൂടെ മനസ്സൊരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്കല്ല പോകേണ്ടത്, അച്ഛൻ്റെ അടുത്തേക്കല്ല പോകേണ്ടത്. ഞാൻ എവിടെ നിന്നാണോ യാത്ര പുറപ്പെട്ടത് അവിടേക്കാണ് പോകേണ്ടത്. നാരദരെ, എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് അനുഗ്രഹിക്കൂ, എന്നെ പിടിച്ച് കെട്ടണ്ട. ഇതങ്ങോട്ട് ചിത്രകേതുവിൻ്റെ ഉള്ളിൽ തട്ടി. എനിക്ക് മുന്നോട്ടാണ് ഇനിയും പോവാനുള്ളത്. എവിടെ നിന്നാണോ യാത്ര പുറപ്പെട്ടത് അവിടെ എത്തിച്ചേരണം. അങ്ങനെയല്ലേ പാട്ടുകളൊക്കെ പാടുക? എവിടെ നിന്ന് വന്നു ഞാൻ, എവിടേക്ക് പോകുന്നു ഞാൻ, വിളക്കുമരമേ കല്ലെറിയല്ലേ എന്നൊക്കെയുള്ള പാട്ടുകൾ കേട്ടില്ലേ നിങ്ങൾ? അല്ലേ? എവിടെ നിന്ന് വന്നു ഞാൻ, എവിടേക്ക് പോകുന്നു ഞാൻ എന്ന് പറഞ്ഞ പോലെ എവിടെ നിന്നാണോ പുറപ്പെട്ടിരിക്കുന്നത് അവിടേക്കല്ലേ എനിക്ക് പോകേണ്ടത്. ഈ ഒരു കാര്യം വ്യക്തമായി മനസ്സിലായി. നാരദരെ തൊഴുതിട്ട് പറഞ്ഞു, എനിക്ക് മന്ത്രോപദേശം ചെയ്യണമെന്ന്. അങ്ങനെ മന്ത്രോപദേശം ചെയ്ത ആ ചിത്രകേതു ഒരിക്കൽ മമ്മിയൂരപ്പനെ 4 ചീത്ത വിളിച്ചു. മമ്മിയൂരപ്പൻ്റെ മടിയിൽ പാർവതീദേവി ഉണ്ടായിരുന്നു. പാർവതീദേവി ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ചിത്രകേതു അവിടെ ചെല്ലുന്നത്. ആ ചിത്രകേതു പറഞ്ഞു, ഒരുവിധം പടച്ചവന്മാരെയൊക്കെ കണ്ടിട്ടുണ്ട്, എന്നാൽ ഇങ്ങനെ പട്ടാപ്പകലിങ്ങനെ ഭാര്യയെ മടിയിലിരുത്തി കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരാളെ ഇപ്പോഴാണ് കാണുന്നത്. നാണമല്ലേ പരമശിവ എന്ന് നോക്കണേ, വല്ല കാര്യമുണ്ടോ? ആ പരമശിവനെ പോയിട്ട് 4 ചീത്ത വിളിച്ചു ചിത്രകേതു. അങ്ങനെ പരമശിവനെ ചീത്ത വിളിച്ചപ്പോൾ പരമശിവൻ വിചാരിച്ചു, പാവം പൊട്ടൻ, സാരല്ലേ അത്. പരമശിവൻ അതൊന്നും കാര്യമെഴുതില്ല. പക്ഷെ പാർവതീദേവിക്ക് അത് കൊണ്ടു. അങ്ങനെ പാർവതീദേവി ശപിച്ചു കളഞ്ഞു, നീ അസുരയോനിയിൽ പോയി ജനിക്കട്ടെ. എന്നാൽ ഈ ചിത്രകേതുവിൻ്റെ കാര്യം നോക്കൂ. ദേവിയുടെ അടുത്ത് എന്നിട്ട് പാർവതിയോട് പറയുക, ഞാൻ ദേവി നമസ്കരിക്കുന്നു, പ്രതിഗൃഹാമി ദേശാവം മഞ്ജലിനാംബിക എന്ന്. ദേവി, ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കണം. ഭഗവാന്റെ നാമത്തിൽ മുഴുകിയിരിക്കുന്ന എനിക്ക് എന്ത് നരകം, എന്ത് സ്വർഗം എന്ന് ഒരു കുലുക്കും ഉണ്ടായില്ല. അപ്പം പാർവതീദേവി പരമശിവൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് പറയാം, ഞാൻ ശപിച്ചിട്ട് ഇവന് കുലുക്കല്ലല്ലോ എന്ന്. അപ്പം പരമശിവൻ പറയാണ്, ഇവൻ ഭാഗവതം കേട്ടിട്ട് വരികയാണെന്ന്. അതായത് സപ്താഹമൊക്കെ കേട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ കാര്യമായ കുലുക്കുകളൊന്നും മെൻ്റലി ഒരിക്കലും പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല. അതാണ് ഈ ഭാഗവതം നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു കരുത്തും ശക്തിയും ഊർജവും.